Dear students, today we are going to study about new marketing realities. Nowadays, the marketing environment is entirely different from what it was 25 years back. In today's business environment, marketplace is continuously changing. Hence, the marketers should join and respond to several important developments which are occurring in the markets. എന്താണ് ഒരു 25 വർഷം മുമ്പുള്ള ഒരു മാർക്കറ്റ് അല്ല ഇപ്പോഴുള്ള മാർക്കറ്റ്. ഓരോ ദിവസവും മാർക്കറ്റ് പ്ലേസിൽ എന്ത് വന്നുകൊണ്ടിരിക്കുകയാണ്, ചേഞ്ച് വരികയാണ്. അത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. നമ്മുടെ പോളിസിയിലുണ്ടാകുന്ന ചേഞ്ച് കൊണ്ടായിരിക്കാം, ടെക്നോളജിയിലുള്ള ചേഞ്ച് കൊണ്ടായിരിക്കാം, ദെൻ അങ്ങനെയുള്ള പല നമ്മുടെ എൻവയോൺമെൻറ്റൽ ചേഞ്ച് കൊണ്ടായിരിക്കാം, ഗവൺമെൻറ്റൽ ഫാക്ടേഴ്സ് കൊണ്ടായിരിക്കാം. അങ്ങനെ പല റീസൺ കൊണ്ട് ഈ നമ്മുടെ ടുഡേയ്സ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു 25 വർഷം മുമ്പുള്ള മാർക്കറ്റിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഓരോ മാർക്കറ്ററും ഈ ചേഞ്ചസിനെ കുറിച്ച് എന്തായിരിക്കണം, അവെയർ ആയിരിക്കണം. ഏതൊക്കെയാണ് പുതിയ പുതിയ മാർക്കറ്റിംഗ് റിയാലിറ്റീസ് എന്ന് നോക്കാം. ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ന്യൂ മാർക്കറ്റിംഗ് റിയാലിറ്റീസ്. ദ ഫസ്റ്റ് വൺ, നെറ്റ്വർക്ക് ഇൻഫോർമേഷൻ ടെക്നോളജി. ദെൻ നമ്മൾ ആദ്യം പറഞ്ഞു ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് കൊണ്ട് മാർക്കറ്റിങ്ങിൽ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ടെന്നല്ലേ. ഡെവലപ്മെൻറ്റ് ഓഫ് ടെക്നോളജി ഈസ് വൺ ഓഫ് ദ മേജർ ഫോഴ്സസ് ദാറ്റ് ആർ ഡ്രൈവിംഗ് ന്യൂ റിയാലിറ്റീസ് ഇൻ ടുഡേയ്സ് മാർക്കറ്റ്. There is a significant revolution in the digital technology. This revolution in technology has developed an information age. The information age promises to lead more accurate level of production, more targeted communication and more relevant pricing. എന്താണ് പറയുന്നത്? ഇപ്പോൾ നമുക്കറിയാം, ടുഡേ വി ആർ ലിവിങ് ഇൻ ദ ഏജ് ഓഫ് ഇൻഫോർമേഷൻ അല്ലേ. എല്ലാവർക്കും വേണ്ടത് ഇൻഫോർമേഷനാണ്. ഓരോരുത്തർക്കും ആവശ്യമായ ഇൻഫോർമേഷൻ എന്തിലൂടെ അവൈലബിൾ ആണ്, ടെക്നോളജിയുടെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയാസിൻ്റെ സഹായത്തോടു കൂടി അവൈലബിൾ ആണ്. ഈ ഒരു ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് മാർക്കറ്റിങ്ങിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഈ ഡിജിറ്റൽ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി മാർക്കറ്റർക്ക് കസ്റ്റമറെ കൂടുതൽ അറിയാനും കസ്റ്റമർക്ക് വേണ്ട ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനും കസ്റ്റമറുടെ ടേസ്റ്റ് അനുസരിച്ച് പ്രോഡക്റ്റ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവർക്ക് അഫോർഡബിൾ ആവുന്ന പ്രൈസിങ് സ്ട്രാറ്റജി ഫോളോ ചെയ്യാനും മാർക്കറ്റർക്ക് സാധിക്കുന്നു. ദെൻ അപ്പോൾ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ഇൻഫോർമേഷൻ ടെക്നോളജിയാണ്, അല്ലെങ്കിൽ ടെക്നോളജിയിലുള്ള ഒരു ഡെവലപ്മെൻറ്റ്. ഏതിൽ വന്നിരിക്കുന്ന മാറ്റമാണ്, മാർക്കറ്റിങ്ങിൽ വന്നിരിക്കുന്ന മാറ്റമാണ്. ദെൻ ദ സെക്കൻഡ് വൺ ഈസ് ഗ്ലോബലൈസേഷൻ. Globalization is a primary process of integration and interaction among companies, people and government of different countries. അല്ലേ, പല രാജ്യങ്ങളിലുള്ള ആളുകളും കമ്പനീസും ഗവൺമെൻറ്റും തമ്മിൽ ഇൻ്ററാക്റ്റ് ചെയ്യാനും ഇൻ്റഗ്രേറ്റ് ചെയ്യാനുമുള്ള ഒരു ന്യൂ വേ ആണ് ഇതെന്ന് പറയുന്നത് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. 1991 ന്യൂ ഇക്കണോമിക് പോളിസിയിൽ വന്നതാണ് ഗ്ലോബലൈസേഷൻ എന്ന് നമുക്കറിയാം. ആ ഒരു ഗ്ലോബലൈസേഷൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ദെൻ ആ ഗ്ലോബലൈസേഷനിൽ എന്താ പറയുന്നത്, എൻ്റയർ വേൾഡ് ഈസ് ട്രീറ്റഡ് ആസ് വൺ മാർക്കറ്റ് അല്ലേ. ലോകം മുഴുവൻ ഒറ്റ മാർക്കറ്റായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഏതൊരു വ്യക്തിക്കും എവിടെ ഇരുന്നുകൊണ്ടും ഏത് രാജ്യത്തെ പ്രോഡക്റ്റും എന്ത് ചെയ്യാൻ സാധിക്കും, ആക്സസ് ചെയ്യാനും യൂസ് ചെയ്യാനും സാധിക്കും. ദെൻ അതിനെയാണ് നമ്മൾ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഡിഫറെൻറ്റ് കൺട്രീസിലെ ഗവൺമെൻറ്റിനും പീപ്പിളിനും കമ്പനിക്കും ഇൻറ്ററാക്ട് ചെയ്യാനും ഇൻ്റഗ്രേറ്റ് ചെയ്യാനുമുള്ള ചെയ്യുന്ന ഒരു പ്രൈമറി പ്രോസസ്സിനെയാണ് നമ്മൾ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ ദ തേർഡ് വൺ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ള ടേം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ് ടുവേർഡ്സ് ദി സൊസൈറ്റി അല്ലേ. ഒരു ബിസിനസ് ഏത് സൊസൈറ്റിയിലാണോ എക്സിസ്റ്റ് ചെയ്യുന്നത് ആ സൊസൈറ്റിയോടുള്ള ബിസിനസ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. In today's business environment, social responsibility is very important. This is because people are becoming very concerned about the welfare of environment and themselves. So, the organization need to include social responsibility in their പ്രാക്ടീസസ് അല്ലേ. ഇപ്പോഴത്തെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ പീപ്പിൾ മാസ് എന്ന് പറയുന്നത് വളരെ കൺസേൺ ആണ്.
അവരുടെ സൊസൈറ്റിയെക്കുറിച്ച്, അവരുടെ എൻവിയോൺമെൻറ്റിനെ കുറിച്ച്, അവരെക്കുറിച്ച് തന്നെ വളരെ കൺസേൺ ആണ്. അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പെർഫോം ചെയ്യേണ്ടതുണ്ട്. ബിസിനസ് ഓർഗനൈസേഷന് പല പാർട്ടീസിനോട് എന്തുണ്ട്? സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആരോടൊക്കെയാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കുക? സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് കൺസ്യൂമേഴ്സ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ഗവൺമെൻറ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് സപ്ലയേഴ്സ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ക്രെഡിറ്റേഴ്സ് എക്സെട്ര. ഇങ്ങനെ ഒരു ലാർജ് കാറ്റഗറിയോട് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ഗ്രൂപ്പാണ് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് ഒരു ന്യൂ റിയാലിറ്റിയാണ്. ദെൻ നെക്സ്റ്റ് വൺ, ഡീറെഗുലേഷൻ. Many countries have deregulated industries to create greater competition and growth opportunity. അതായത് മുൻകാലങ്ങളിലൊക്കെ മിക്ക കമ്പനീസും ഗവൺമെൻറ്റിൻ്റെ റെഗുലേഷനിലായിരുന്നു. ഗവൺമെൻറ് പറയുന്ന രീതിയിൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പാടുണ്ടായിരുന്നുള്ളൂ? പ്രൊഡക്ഷൻ നടത്താനാണെങ്കിലും മാർക്കറ്റിംഗ് നടത്താനാണെങ്കിലും പാടുള്ളൂ. എല്ലാം ഗവൺമെൻറ്റിൻ്റെ അണ്ടർ കൺട്രോളിൽ ആയിരുന്നു. പക്ഷേ ഈ ഡീറെഗുലേഷൻ എന്നൊരു പോളിസി കൊണ്ടുവന്നതോടുകൂടി ഗവൺമെൻറ് ഈ പറയുന്ന ആ ഒരു റെസ്ട്രിക്ഷനിലൊക്കെ എന്ത് കൊണ്ടുവന്നു? ഒരു അയവ് കൊണ്ടുവന്നു. എല്ലാം ലിബറലൈസ് ചെയ്തു. ദെൻ ലിബറലൈസേഷൻ എന്ന് പറയുന്നത് തന്നെ അതാണ്. ടൈറ്റ് ആയിട്ടുള്ള പോളിസിയിലൊക്കെ എന്ത് കൊണ്ടുവന്നു? ഒരു ലിബറലൈസേഷൻ കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു ഡീറെഗുലേഷൻ വന്നതോടുകൂടി കോമ്പറ്റീഷൻ കൂടി, ഇല്ലേ? നമ്മളെ വേറെ ആരും കൺട്രോൾ ചെയ്യാനില്ലെങ്കിൽ തന്നെ നമ്മൾ മറ്റുള്ളവരോട് കോമ്പീറ്റ് ചെയ്യുന്ന നമ്മുടെ സ്പിരിറ്റ് എന്തായിരിക്കും? കൂടുതൽ ആയിരിക്കും. അങ്ങനെ ഡീറെഗുലേഷൻ എന്ന് പറയുന്നത് വേറൊരു റിയാലിറ്റിയാണ്. ദെൻ നെക്സ്റ്റ് വൺ, പ്രൈവറ്റൈസേഷൻ. Many countries have converted public companies to private ownership and management to increase their efficiency, such as massive telecom company and the international airlines British Airways in the United Kingdom, etc. ദെൻ പല രാജ്യത്തെ പല കമ്പനീസും അവരുടെ പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻ എന്തിലേക്ക് കൺവേർട്ട് ചെയ്തു? പ്രൈവറ്റ് സെക്ടറിലേക്ക് അല്ലെങ്കിൽ പ്രൈവറ്റ് മാനേജ്മെൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്തു. അതിനെയാണല്ലോ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. അതായത് പബ്ലിക് ഓണർഷിപ്പുള്ള ഗവൺമെൻറ്റിൻ്റെ ഓണർഷിപ്പുള്ള ബിസിനസ് ഓർഗനൈസേഷൻ പ്രൈവറ്റ് പേഴ്സൺസിന് കൈമാറുന്നു അല്ലെങ്കിൽ മാനേജ്മെൻറ്റിന് കൈമാറുന്നതിനെയാണ് നമ്മൾ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. In India also, the government has speed up process of പ്രൈവറ്റൈസേഷൻ. ഇന്ത്യയിലും എന്ത് കൊണ്ടുവരുന്നുണ്ട്? പ്രൈവറ്റൈസേഷൻ കൊണ്ടുവരുന്നുണ്ടെന്നല്ല, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ളത് എന്താണ്? പ്രൈവറ്റൈസേഷനാണ്. ദെൻ ഏറ്റവും വലിയ പ്രൈവറ്റ് മേഖലയായ നമ്മുടെ ഇന്ത്യയുടെ റെയിൽവേ പോലും ഒരു സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? പ്രൈവറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നുമില്ല, പബ്ലിക് ഓർഗനൈസേഷനെ പ്രൈവറ്റൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഇത് മൂന്നും നമ്മളിപ്പോൾ പറഞ്ഞ ഗ്ലോബലൈസേഷൻ, ഡീറെഗുലേഷൻ ഓർ ലിബറലൈസേഷൻ, ദെൻ പ്രൈവറ്റൈസേഷൻ, ദീസ് ത്രീ ആർ ദി ഇമ്പോർട്ടൻറ്റ് പോളിസീസ് ഇംപ്ലിമെൻറ്റഡ് ഇൻ ന്യൂ ഇക്കണോമിക് പോളിസീസ് 1991. ദെൻ സിക്സ്ത് വൺ, heightened competition. Intense competition among domestic and foreign brands raises marketing cost and shrinks profit margins. Brand manufacturers are further affected by powerful retailers that market their own store brands. Many strong brands have become mega brands and extended into wide variety of related product categories, presenting a significant competitive threat. എന്താണ്? കോമ്പറ്റീഷൻ കൂടി എന്നുള്ളതാണ്, അല്ലേ? വലിയ വലിയ ബ്രാൻഡുകൾ വന്നു, ലാർജ് റീറ്റെയിലേഴ്സ് വന്നു. ആ ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റ് കൂടി. കോമ്പറ്റീഷൻ കൂടിയതുകൊണ്ട് തന്നെ വെറൈറ്റി പ്രോഡക്റ്റുകൾ അവൈലബിൾ ആവാൻ തുടങ്ങി. ഈ ഒരു കോമ്പറ്റീഷൻ, ഒരു ഹെൽത്തി കോമ്പറ്റീഷനാണ് ഒരു മാർക്കറ്റ് ഡെവലപ്മെൻറ്റിന് ആവശ്യമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഹൈറ്റൻഡ് കോമ്പറ്റീഷൻ എന്നുള്ളതൊരു ന്യൂ റിയാലിറ്റിയാണ്. ഈ ഒരു കോമ്പറ്റീഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പറയുന്ന ലിബറലൈസേഷൻ പോളിസിയൊക്കെ എന്ത് ചെയ്തിരിക്കുന്നത്? ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ഇൻഡസ്ട്രി കൺവേർജൻസ്. എന്താണ് ഇൻഡസ്ട്രി കൺവേർജൻസ് എന്ന് നോക്കൂ. വെൻ 2 or more industries join hands, ഇറ്റ് ഈസ് നോൺ ആസ് ഇൻഡസ്ട്രി കൺവേർജൻസ്. മെർജിങ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 2 or 3 ഇൻഡസ്ട്രീസ് കൂടിച്ചേരുന്നതിനെയാണ് നമ്മൾ ഇൻഡസ്ട്രി കൺവേർജൻസ് എന്ന് പറയുന്നത്. ദിസ് ലീവ്സ് എ ബിഗർ ഇമ്പാക്റ്റ് ഓൺ എക്സിസ്റ്റിംഗ് റിയാലിറ്റീസ് ആൻഡ് ഫ്യൂച്ചർ ടു.
The computing and consumer electronics industries are converging. For example, as Apple, Sony and Samsung release a stream of entertainment devices from MP3 players to plasma TVs and camcorders. എന്താണ് ഈ പറയുന്ന ഇൻഡസ്ട്രീസ് ഒക്കെ എന്താ ആപ്പിൾ, സോണി, സാംസങ് റിലീസ് അവരൊക്കെ ഈ പറയുന്ന MP3 പ്ലെയേഴ്സുമായിട്ട് എന്ത് ചെയ്തു, ഒരു ടൈപ്പ് ഉണ്ടാക്കി, ഒരു ജോയിൻ ചെയ്തുകൊണ്ട് അവർ ആ ഒരു ഇൻഡസ്ട്രി കൺവേർജൻസ് എന്ന് പറയുന്ന പോളിസി എന്ത് ചെയ്തു, ഇംപ്ലിമെൻറ്റ് ചെയ്തു. അപ്പോൾ ഇൻഡസ്ട്രി കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, 2 or 3 ഇൻഡസ്ട്രികൾ ഒന്നിച്ചു ചേരുന്നതിന്, ജോയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻഡസ്ട്രി കൺവേർജൻസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, റീറ്റെയിൽ ട്രാൻസ്ഫോർമേഷൻ. Store-based retailers face competition from catalog houses, direct mail firms, e-commerce firms, etc. In response, entrepreneurial retailers are building entertainment into their store with coffee bars, demonstrations and performances, etc. അതായത് ഈ ഒരു സ്റ്റോർ ബേസ്ഡ് റീറ്റെയിലേഴ്സ് ഉണ്ട് അല്ലേ, അതായത് സ്റ്റോറിൽ നിന്നും ഒരു പർട്ടിക്കുലർ പ്ലേസിലൊരു സ്റ്റോർ കൊണ്ടുവന്നിട്ട് റീറ്റെയിൽ ബിസിനസ് ചെയ്യുന്നവർ, അവർ ഈ പറയുന്ന ഓൺലൈൻ മാർക്കറ്റിംഗ് വന്നതോടുകൂടി, മെയിൽ മാർക്കറ്റ് വന്നതോടുകൂടി, ഇ-കൊമേഴ്സ് വന്നതോടൊക്കെ കൂടി ഈ പറയുന്ന റീറ്റെയിലേഴ്സിന് വളരെ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ഈ റീറ്റെയിലേഴ്സ് എന്ത് ചെയ്തു, ട്രാൻസ്ഫോം ചെയ്തു. എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്തത്? അവരുടെ ബിസിനസ്സിൻ്റെ കൂടെ ദേ ഇൻകോപ്പറേറ്റ് എൻ്റർടൈൻമെൻറ്റ് കൂടി അവരെന്ത് ചെയ്തു, ഇൻകോപ്പറേറ്റ് ചെയ്തു. അതിനാണ് കോഫി ബാർസ് എന്നും പിന്നെ ഡെമോൺസ്ട്രേഷൻസ് അങ്ങനെ പലതും കൊണ്ടുവന്നിട്ട് ഒരു ആളുകൾക്ക് ഒരു ഐസിന് കൂടുതൽ അപ്പീലാവുന്ന രീതിയിൽ അവരുടെ ബിസിനസ്സിനെ അവരെന്ത് ചെയ്തു, കൺവേർട്ട് ചെയ്തു. ദെൻ ഡിസ്ഇൻ്റർമീഡിയേഷൻ എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് ഇൻ്റർമീഡിയറി എന്നുള്ളതാണ്. നിങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ ചാനലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഡിസ്ട്രിബ്യൂഷൻ ചാനൽ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറയുന്ന മാനുഫാക്ചേഴ്സിൻ്റെ അടുത്ത് ഹോൾസെയിലർ പ്രോഡക്റ്റ് വാങ്ങുന്നു, പ്രോഡക്റ്റ് വാങ്ങി റീറ്റെയിലർക്ക് കൊടുക്കുന്നു, റീറ്റെയിലർ ആ പ്രോഡക്റ്റ് കൺസ്യൂമർക്ക് കൊടുക്കുന്നു. ഇങ്ങനെ ഈ ഒരു മാനുഫാക്ചററും കൺസ്യൂമറിൻ്റെ ഇടയിൽ മിനിമം 2 പേരെങ്കിലും ഉണ്ടായിരിക്കും, ഒരു ഹോൾസെയിലറും ഒരു റീറ്റെയിലറും ഉണ്ടായിരിക്കും. അവരെയാണ് നമ്മൾ ഇൻ്റർമീഡിയറി എന്ന് പറയുന്നത്. ഈ ഒരു ഇൻ്റർമീഡിയറി ഇല്ലാത്തതിനെയാണ് നമ്മൾ ഡിസ്ഇൻ്റർമീഡിയേഷൻ എന്ന് പറയുന്നത്. The amazing success of early .com such as AOL, Amazon.com, Yahoo, eBay, etc. Are intermediations in the delivery of products and service by intervening in the traditional flow of goods through distribution channels. ഈ പറയുന്ന ഓൺലൈൻ ബിസിനസ് അല്ലേ, ആമസോൺ, നിങ്ങൾക്കറിയുന്ന ആമസോൺ പോലെയുള്ള അല്ലെങ്കിൽ ഇബേ പോലെയുള്ള അതിൻ്റെയൊക്കെ ഒരു സക്സസിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഡിസ്ഇൻ്റർമീഡിയേഷനാണ്. അതായത് അവിടെ ഇൻ്റർമീഡിയറീസ് ഇല്ല. മാർക്കറ്റഡ് പ്രോഡക്റ്റ് ഡയറക്റ്റായിട്ട് എവിടേക്ക് എത്തിക്കുന്നു, കൺസ്യൂമറിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ അതാണ് നമ്മൾ ഡിസ്ഇൻ്റർമീഡിയേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ പറയുന്ന ഇൻ്റർമീഡിയറ്റ്സിനെ എന്ത് ചെയ്യുന്നു, ഇൻ്റർമീഡിയറീസിനെ മാനുഫാക്ചറുടെയും കൺസ്യൂമറുടെയും ഇടയിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്യും. Then 10th one, consumer buying power. In part due to disintermediation through internet, consumers have substantially increased their buying power. From the home, office or mobile phone, they can compare product price and features and order goods online from anywhere in the world 24 hours a day, 7 a week by passing limited local offerings and releasing significant price savings. എങ്ങനെയാണ് കൺസ്യൂമറുടെ ബൈയിങ് പവർ ഇൻക്രീസ് ചെയ്തു എന്നാണ് പറയുന്നത്. എന്താ ഇവിടെ പറയുന്നത്? ഒരു ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ് ആണ് ഇതിലേക്ക് എന്ത് ചെയ്ത ലീഡ് ചെയ്തത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ് ദ കൺസ്യൂമർ ക്യാൻ കമ്പയർ ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് ആൻഡ് ദെയർ പ്രൈസ്. ഡിഫറെൻറ്റ് പ്രോഡക്റ്റുകളും അവയുടെ പ്രൈസും എന്ത് ചെയ്യാൻ സാധിക്കും, കമ്പയർ ചെയ്യാൻ സാധിക്കും. ദെയർ ബൈ ദ കൺസ്യൂമർ ഹാവ് സബ്സ്റ്റാൻഷ്യലി ഇൻക്രീസ്ഡ് ദെയർ ബൈയിങ് പവർ. അങ്ങനെ തന്നെ അവരുടെ ബൈയിങ് പവർ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. കാരണം ഏറ്റവും ചീപ്പായിട്ടുള്ള പ്രോഡക്റ്റുകൾ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, സെലക്ട് ചെയ്യാൻ സാധിക്കും. ഓൺലൈൻ മാർക്കറ്റിൻ്റെ പ്രത്യേകത പിന്നെ നമുക്കറിയാം, ഫുൾ ടൈം അല്ലേ, 24/7 എന്ത് അവൈലബിൾ ആണ്, ഈ പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ്. നെക്സ്റ്റ് വൺ, കൺസ്യൂമർ ഇൻഫോർമേഷൻ. Consumers can collect information about practically anything. They can access online encyclopedias, dictionaries, medical information, newspapers, etc. and from anywhere in the world.
കൺസ്യൂമർ ഇൻഫർമേഷൻ, കൺസ്യൂമർക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും പ്രോഡക്റ്റിനെ കുറിച്ചായിക്കോട്ടെ കമ്പനിയെക്കുറിച്ചായിക്കോട്ടെ ഇൻഫർമേഷൻ എന്ത് ചെയ്യാൻ സാധിക്കും, കളക്ട് ചെയ്യാൻ സാധിക്കും. ദറ്റ് ഈസ് കൺസ്യൂമർ ഇൻഫർമേഷൻ. ദെൻ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ്. സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് ബ്രിങ് ടുഗെദർ കൺസ്യൂമേഴ്സ് വിത്ത് എ കോമൺ ഇൻട്രസ്റ്റ് അല്ലേ. ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റിൻ്റെ പ്രത്യേകത എന്താണ്, ഒരേ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളെ അവിടെ എന്ത് ചെയ്യുന്നു, ഒന്നിച്ച് കൊണ്ടുവരുന്നു. ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് എന്ന് പറയുന്നത് മാർക്കറ്റിങ്ങിലെ ഒരു ന്യൂ റിയാലിറ്റീസാണ്. മാർക്കറ്റിങ്ങിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് നടത്താനും മാർക്കറ്റിംഗ് നടത്താനും ഒക്കെ റീസെൻ്റ് ആയിട്ട് ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നാണ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ്. ദെൻ കൺസ്യൂമർ പാർട്ടിസിപ്പേഷൻ. Consumers have found an amplified voice to influence peer and public opinion. In recognition, companies are inviting them to participate in designing and even marketing offerings to heighten their sense of connection and ownership. നമുക്കറിയാം ഒരു എന്താ പറയുക പ്രോഡക്റ്റിനെ ആളുകളിലേക്ക് എത്തിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കൺസ്യൂമറിൻ്റെ വോയിസ് എന്ന് പറയുന്നത് അല്ലേ. കൺസ്യൂമർ വാങ്ങിയ ഒരു വ്യക്തി പബ്ലിക്കിനോട് ചെന്ന് പറയുന്നു, അല്ലെങ്കിൽ പിയർ ടീംസിനോട് ചെന്ന് പറയുന്നു. അവരുടെ ആ ഒരു പർച്ചേസിങ്ങിനൊക്കെ ഈ വ്യക്തിയുടെ ഒപ്പീനിയൻ എന്ത് ചെയ്യാം, ഇൻഫ്ലുവൻസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കൺസ്യൂമേഴ്സിനെ മാർക്കറ്റർ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന മാർക്കറ്ററുടെ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നതിലും അതേപോലെ തന്നെ അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഡിസൈൻ ചെയ്യുന്നതിലൊക്കെ എന്ത് ചെയ്യുന്നു, ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ കൺസ്യൂമറായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അതും ഒരു ന്യൂ റിയാലിറ്റിയാണ്. ദെൻ 14th പോയിന്റ് ഈസ് കൺസ്യൂമർ റെസിസ്റ്റൻസ്. മെനി കസ്റ്റമേഴ്സ് ടുഡേ ഫീൽ ദെയർ ആർ ഫ്യുവർ റിയൽ പ്രോഡക്റ്റ് ഡിഫറൻസ്, so they show less brand loyalty and become more price and quality sensitive. They are less tolerant about undesired marketing. Then അതായത് ഇവിടെ എന്ന് പറയുന്നത് ഈ ഒരു നവേ ഡേയ്സ് ഒരുപാട് ബ്രാൻഡ് അവൈലബിൾ ആണ്. ദെൻ അതുകൊണ്ട് തന്നെ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിനോടൊന്നും കസ്റ്റമേഴ്സിന് എന്തില്ല, ലോയൽറ്റി ഇല്ല എന്നാണ് പറയുന്നത്. ദെൻ കസ്റ്റമർ ഇവിടെ ക്വാളിറ്റി, പ്രൈസ് അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്. അവിടെ കൺസ്യൂമർ റെസിസ്റ്റൻസ് ആണ്. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ കിട്ടിയില്ലെങ്കിൽ, ദെൻ അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കിട്ടിയില്ലെങ്കിലൊക്കെ അവിടെ ഒരു കസ്റ്റമറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകും. ദെൻ ലാസ്റ്റ് വൺ, സസ്റ്റൈനബിൾ മാർക്കറ്റിംഗ്. Sustainable marketing is an extended version of ecological and green marketing concepts. എന്താണ് സസ്റ്റൈനബിൾ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് എല്ലാ പ്രോഡക്റ്റും അറ്റ് എ ടൈം നമ്മൾ യൂസ് ചെയ്ത് തീർക്കാതെ ഫ്യൂച്ചറിലേക്കും കൂടി നമ്മൾ സേവ് ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റിംഗ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സസ്റ്റൈനബിൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിരിക്കണം, ഭാവി തലമുറയ്ക്ക് കൂടി വേണ്ടി ഉണ്ടായിരിക്കണം, നമ്മുടെ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിരിക്കണം. ഇറ്റ് സീക്സ് ടു ഇൻ്റഗ്രേറ്റ് സസ്റ്റൈനബിലിറ്റി പ്രിൻസിപ്പിൾസ് വിത്ത് marketing. Without the sustainability principle, marketing in its present form would continue to create global economic, social and environmental crisis. ഈ ഒരു സസ്റ്റൈനബിലിറ്റി ഇല്ലെങ്കിൽ, ആ ഒരു പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ഒരു എൻവയോൺമെൻറ്റൽ ക്രൈസിസ് ഉണ്ടാവാം, സോഷ്യൽ ക്രൈസിസ് ഒക്കെ ഉണ്ടാവാം. സോ സസ്റ്റൈനബിലിറ്റി പ്രിൻസിപ്പിൾ കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, മാർക്കറ്റിംഗ് ചെയ്യാൻ. ദീസ് ആർ ദ ന്യൂ റിയാലിറ്റീസ് ഇൻ ദ ഫീൽഡ് ഓഫ് മാർക്കറ്റിംഗ്. ഓക്കെ, താങ്ക് യു.